നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണുള്ളത്. ഇന്ന് ഒരു വിശേഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ്. രാവിലെ വന്നതാണ്. ഇനി ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോകും. ഈ വീഡിയോ ശരിക്കും വീട്ടിൽ ചെന്നിട്ട് എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ തോന്നുന്നു അത് വേണ്ട, അത് ചൂടോടെ അങ്ങ് ചെയ്യാമെന്ന്. നമ്മൾ ഡ്രൈവർ യദുവിൻ്റെ കാര്യം ഗ്രൂപ്പിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി, 2 മാസത്തോളമായി. അതായത് ആ പ്രശ്നം തുടങ്ങിയപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയതാണ്. ഡ്രൈവർ യദുവിന്റെ ഭാഗത്തുള്ള നീതി കേരള പോലീസും അതുപോലെ തന്നെ സർക്കാരും അത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ ആ നീതിക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരൻ്റെയും ഉത്തരവാദിത്വമാണെന്ന് ഞാനും കരുതി. അതുകൊണ്ടാണ് കേവലം ഒരു വീഡിയോയ്ക്ക് അപ്പുറം ഞാൻ യദുവിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്. അതിന് എൻ്റെ കൂടെ യദുവിൻ്റെ വക്കീലും ഉണ്ടായിരുന്നു. എല്ലാ വിവരങ്ങളും കൃത്യമായി എന്നെ അറിയിച്ചുകൊണ്ട് കട്ട സപ്പോർട്ട് തരാൻ വേണ്ടി. ഇപ്പോൾ ആ കേസിന്റെ അനിശ്ചിതത്വം എല്ലാവർക്കും അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു പ്രചരണം, അതായത് ഇവിടെ അനീതി നടക്കുന്നുണ്ട്, ആ അനീതി അറിയാത്തവരറിയണം എന്ന രീതിയിൽ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നമുക്ക് കഴിയുന്നത് ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സമാന ചിന്താഗതിക്കാരായ ആൾക്കാരുമായി ഷെയർ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങി. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഞാനാണ് ക്രിയേറ്റ് ചെയ്തത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ അതിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ മെൻഷൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കുറേ അധികം ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തു. വാഹനങ്ങൾ പോകുന്നുണ്ട്, എൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, സാരമില്ല, സഹിക്കാം. അപ്പോൾ കുറച്ചു പേര് വന്ന് അതിൽ ജോയിൻ ചെയ്തു. നമ്മൾ അതിൻ്റെ ചർച്ചകൾ തുടങ്ങി. അതിൽ സഹകരിച്ചിട്ടുള്ള ഒരാള് ഒരു പോസ്റ്റും തയ്യാറാക്കിയിട്ടു. അതും കുറേ അധികം ഞാനടക്കമുള്ള കുറേ ആൾക്കാരും ഷെയർ ചെയ്തു. നമുക്കിത് എങ്ങനെയാണ് ഈ കേസ് ചെയ്യേണ്ടത് എന്നതിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്, ചില ഐഡിയകളുണ്ട്. അത് വരും വീഡിയോകളിലും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിലും ചർച്ച ചെയ്യാം. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇതിന്റെ ഫസ്റ്റ് കമന്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പോകുന്ന സമയത്താണ് സ്വാഭാവികമായും ചില ഞരമ്പ് രോഗികൾ അതിനകത്ത് കടന്നു കയറുന്നത്. ആ ഗ്രൂപ്പിൽ ഏതാണ്ട് 300-ലധികം അംഗങ്ങൾ ഇപ്പോൾ ഒരു 2 ദിവസം കൊണ്ട് ആഡായി കഴിഞ്ഞു. അതിൽ കുറച്ചു പേർക്ക് വല്ലാതെ ഞരമ്പ് രോഗമുണ്ട്. ഞരമ്പ് രോഗം എന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കള് അവരെ സംബോധന ചെയ്യുന്നതും അവരെ മാതാപിതാക്കളെ സംബോധന ചെയ്യുന്നതുമായ ചില വാക്കുകൾ, ചില വാക്യങ്ങൾ അവരെടുത്ത് ഗ്രൂപ്പിൽ പ്രയോഗിക്കുകയും, അതായത് യദുവിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്താവുന്ന രീതിയിൽ അവിടെ പ്രതികരിക്കുന്ന ആൾക്കാരെ മുഴുവൻ തെറി വിളിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ആ മഹത് വ്യക്തികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിൽ ഒരാള് ഷർഷാദ് എന്നാണ് പേര്. നമ്പർ 9633 700 143 ഈ നമ്പറാണ്. ഇയാൾക്ക് 1ഉം 2ഉം ഒക്കെ കഴിക്കുന്ന ചില പ്രത്യേക അവയവങ്ങളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമാണെന്ന് തോന്നുന്നു. അത് അദ്ദേഹം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഭാഷയിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഞാനത് ഇവിടെ അത് കാണിക്കുന്നില്ല, കാരണം അത്രത്തോളം മോശമായ ഭാഷ ആയതുകൊണ്ട് ഞാനത് ഇവിടെ കാണിക്കുന്നില്ല. ആ രീതിയിൽ അദ്ദേഹം അവിടെ ആ ഗ്രൂപ്പിൽ സംസാരിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, അതിൽ വളരെ പ്രായമായവർ ആണ് ഏറ്റവും കൂടുതലുള്ളത്. പെൻഷനേഴ്സ്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, വീട്ടമ്മമാര് ഒക്കെയാണ് ആ ഗ്രൂപ്പിലുള്ളത്. അവിടെയാണ് ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള വികല സ്വഭാവത്തിന് ഒരു ഉടമ വന്ന് അതുപോലെ പെരുമാറുന്നത്. അതിന് സപ്പോർട്ടായിട്ട് ഒരു നജീബ് KP എന്ന വേറൊരാളുണ്ട്. ആളെ നമ്പർ +97 455 048232. ഇങ്ങനെ 2 പേരാണ്. ഇവരെ 2 പേരെ നമ്മൾ തൽക്കാലം റൂമിൽ നിന്ന് ഗ്രൂപ്പിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ ആദ്യത്തെ ആളുടെ അത്ര മോശമല്ല രണ്ടാമത്തെ ആൾ. അതേ ഭാഷ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ ഈ നായ കാല് പൊക്കുന്നത് എന്തിനാണെന്നുള്ളത്. അതറിയാവുന്നത് കൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിതിവിടെ പറഞ്ഞത്, ഞാൻ ആ ഗ്രൂപ്പിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, അതിൽ നമ്മുടെ സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്, മുത്തശ്ശന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇത് ഡ്രൈവർ യദുവിന് അവന് നീതി നിഷേധിച്ചപ്പോൾ അവന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ചതാണ്. അതിനുവേണ്ടി നമുക്കറിയുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന നിലയിൽ സർക്കാരിലേക്ക് ഒരു പ്രസ് ചെയ്തുകൊണ്ട് ഈ കേസ് ശരിക്കും അന്വേഷിക്കാനും
പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനും തക്കവണ്ണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചനയാണ് സത്യത്തിൽ അതിനകത്ത് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അതിന് താല്പര്യമുള്ളവർ അതിനകത്ത് വന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അവരാണ് വന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അത്തരത്തിൽ ഭാഷകൾ പ്രയോഗിക്കാനും, അതായത് അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചതും അവർ പരസ്പരം സംബോധന ചെയ്തതും അവരവരെ മാതാപിതാക്കളെ വിളിക്കുന്നതുമായിട്ടുള്ള അത്തരം ഭാഷകൾ പ്രയോഗിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആരും ആ ഗ്രൂപ്പിൽ വരേണ്ടതില്ല. അതായത് യദുവിനെതിരെ തിരിയാനോ യദുവിനെതിരെ ക്യാമ്പയിൻ നടത്താനോ ഉള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലേക്ക് വരേണ്ടതില്ല. അവിടെ നേരെ തിരിച്ചാണ് ഉദ്ദേശം എന്ന് പറഞ്ഞത്. യദുവിന് നീതി ലഭ്യമാക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അത് ലഭിക്കുന്നത് വരെ അത് തുടരുകയും ചെയ്യും. അല്ലാതെ ആരെയും ഭീഷണിച്ചിട്ട് ഗ്രൂപ്പും പൂട്ടി പോകുന്നുള്ളൊരു കാര്യമൊന്നും വേണ്ട. പിന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ വന്നിട്ട് വേലകൾ കാണിക്കണമെന്ന് തോന്നിയാൽ അവർക്കെതിരെ ഇനി നിയമ നടപടി നമ്മൾ സ്വീകരിക്കും. നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുമ്പോൾ കേസ് കൊടുക്കും എന്നേ ഉള്ളൂ അതിനർത്ഥം. പോലീസ് നടപടി സ്വീകരിക്കുന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. എന്നാലും ഞങ്ങൾ പരാതി കൊടുത്തിട്ട് അത് പരസ്യപ്പെടുത്തും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇവര് രണ്ടുപേര്, ഈ പറഞ്ഞ നജീബ് കെ.പി, ഷർഷാദ്, ഈ രണ്ടുപേരും, അതിൽ ഷർഷാദാണ് അവരുടെ ജനനേന്ദ്രിയത്തിന്റെ ഭാഷ, ചില പ്രത്യേക ഭാഷകളിലൊക്കെ അവർ പറയും. അത് അവരുടെ മാതാപിതാക്കൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് എന്ന് അവൻ പറയുകയും ഒക്കെ ചെയ്തത്. ഞാൻ അയാളുടെ ഭാഷ പറയുന്നില്ലെന്നേ ഉള്ളൂ. സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള ഭാഷ പ്രയോഗിക്കാനാണെങ്കിൽ അവിടെ വരണ്ട. ഞങ്ങളും മാമുണ്ണുന്നവരാണ്, പ്രതികരിക്കാൻ കഴിയുന്നവരാണ്. ഞാൻ വീഡിയോയിൽ തന്നെ ആദ്യം ആ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ നിങ്ങൾ പ്രതികരിക്കരുത്. ആരെങ്കിലും പ്രതികരിച്ചാൽ നിങ്ങളുടെ നമ്പർ ഞങ്ങൾ പരസ്യപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത് പരസ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രതിവിധി. യദുവിനെ തകർക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചോളൂ, പക്ഷെ യദുവിന് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. ഞങ്ങളുടെ പരിശ്രമത്തെ നിങ്ങൾ ഈ രീതിയിൽ തളർത്താൻ നിങ്ങൾ ശ്രമിക്കരുത്, നടക്കില്ല. ഇപ്പോൾ 300-350 അംഗങ്ങൾ ആ ഗ്രൂപ്പിലുണ്ട്. അതിൽ 349 പേര് പോയാലും ഞാനുണ്ടാവും. എന്നെ തളർത്താൻ നിങ്ങൾക്ക് പറ്റില്ല. ഞാനതിന്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ തീരുമാനമാവുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടാവും. അത് ഞാൻ കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ വേണ്ടാതീനം വന്ന് കാണിക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാവും. ഇതിൽ ഇനി വേല കാണിക്കുന്ന കുറച്ച് പേരുണ്ട്, എനിക്കറിയാം. ഞാൻ അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഞാൻ പറയുമെന്ന് പറഞ്ഞ് യൂട്യൂബിൽ പറയുന്നത്. ഈ വീഡിയോ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ യദുവിന് നീതി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുക, ദയവായി സപ്പോർട്ട് ചെയ്യുക. കാരണം ഇന്ന് യദുവാണെങ്കിൽ നാളെ അത് നമ്മളാകാം. നമ്മളല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങേണ്ടതില്ലല്ലോ എന്നൊക്കെ കരുതി നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കുറെ കഴിയുമ്പോൾ നമ്മൾ പെരടിക്കായിരിക്കും വരുന്നത്. ആ സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവര് രണ്ടുപേര്, ഞരമ്പ് രോഗിയുള്ള രണ്ടെണ്ണത്തിനെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഈ ഒച്ചയുടെയും ബഹളത്തിന്റെ ഇടയിലിരുന്ന് ചെയ്യുന്നത്. ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അറിയാം ഇത് എത്രത്തോളം ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന്. പക്ഷെ എന്നാലും ദയവായി ക്ഷമിക്കുക. പറയാനുള്ളത് അതിന്റെ ചൂടോടുകൂടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു സുഖം ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് അതിപ്പോ തന്നെ പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഞാൻ യദുവിനൊപ്പമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ എൻ്റെ രാഷ്ട്രീയം വെച്ചൊന്നും അല്ല ഇറങ്ങുന്നത്. എനിക്ക് ചില പദവികളുണ്ട്, എൻ്റെ പ്രവർത്തന മേഖലയുണ്ട്. തൽക്കാലം അതൊക്കെ അത് ഒരു ഭാഗത്തേക്ക് വെച്ച് അതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഞാനിതൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത്, ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ ഇനിയും നജീബും ഷർഷാദും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ഈ വീഡിയോ ഒരു മുന്നറിയിപ്പായിട്ട് തരികയാണ്. ആര് ഇത്തരത്തിൽ വൃത്തികേടുകൾ സഭ്യമല്ലാത്ത രീതിയിൽ പെരുമാറി കഴിഞ്ഞാലും അവരുടെ പേരും ഇനി ഒരു പക്ഷേ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ സഹിതം ഞാൻ പ്രസിദ്ധപ്പെടുത്തും. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നാൽ അതും ചെയ്യും. അപ്പോൾ യദുവിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് യദുവിനെ സ്നേഹിക്കുന്നവരിൽ നിന്ന് കട്ട സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.